ഹലോ. രാവിലെ തന്നെ അടി തുടങ്ങി. അതവിടെ നിൽക്കട്ടെ. ജിസൈൽ, ഈ ജിസൈലിന് ഒരു നിയമവും ബാക്കിയുള്ള ആൾക്കാർക്ക് വേറെ നിയമമാണോ? ബിഗ് ബോസ് കൊടുക്കുന്ന ഡ്രസ്സ് അല്ലാതെ, മേക്കപ്പ് സെറ്റ് അല്ലാതെ കുറേ സാധനങ്ങൾ കയ്യിലെടുത്ത് വെച്ചിട്ട് ആളുടെ ഇഷ്ടത്തിന് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് അവിടെ ഒരു നിയമവും ബാക്കിയുള്ള ആൾക്കാർക്ക് വേറൊരു നിയമവും. അത് ശരിയാണോ? നിയമം എല്ലാവർക്കും ഒരുപോലെ അല്ലേ? അതോ ആൾക്ക് മേക്കപ്പ് ഇടാതെ നിൽക്കാൻ പറ്റത്തില്ല എന്നറിയാവുന്നതുകൊണ്ട് ബിഗ് ബോസ് ചുമ്മാ അങ്ങ് വിട്ടേക്കുവാണോ? ആൾക്ക് മേക്കപ്പ് ഇല്ലാതെ നിൽക്കാനേ പറ്റത്തില്ല എന്ന് തോന്നുന്നു. ഇന്നലെ ലാലേട്ടൻ വന്ന് ചോദിച്ചപ്പോൾ ഓരോന്ന് എടുത്തു കൊടുത്തത്. അതൊന്നും അല്ല, ആളുടെ കയ്യിൽ ഇഷ്ടം പോലെ സാധനങ്ങൾ ഇനിയും ബാക്കിയാണ്. അതൊന്നും ആരും എടുത്തുകൊണ്ട് പോകുന്നില്ല. ഇനിയും ഒരു ലോഡ് സാധനങ്ങൾ ആൾ വേറെ തന്നെ എടുത്തങ്ങ് വച്ചിട്ടുണ്ട്. അതിൽ നിന്ന് അനുമോള് കാണുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും കുന്നം വിഴുങ്ങിയ പോലെ നിന്നെന്നല്ലാണ്ട് ഒരക്ഷരം അനുമോള് വേണ്ടിയിട്ടില്ല. പിന്നെ അനീഷ്, ആളവിടെ പോയി ആ ഡ്രസ്സിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. വേറെ ആരും ഒന്നും ചോദിക്കുന്നുമില്ല, അവർക്കൊന്നും അറിയാൻ വേണ്ട എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. രാവിലെ തന്നെ വെസൽ ടീമുമായിട്ടുള്ള ഒരു തല്ല് അതിൻ്റെ അകത്ത് നടന്നിട്ടുണ്ട്. പാത്രം കഴുകലാണ് വിഷയം. പിന്നെ അനീഷിൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളിലും അനീഷ് ചെന്ന് ഇങ്ങനെ ഇടപെടും. എന്നാൽ കാര്യം എന്താണെന്ന് അറിയത്തില്ല, പക്ഷെ എല്ലാ കാര്യത്തിലും ചുമ്മാ കയറി ചെന്ന് ഇടപെടുന്നുണ്ടല്ലോ. അത് മിക്കവാറും അങ്ങേർക്ക് തന്നെ പാരയാകും. ഈ ആദില നൂറയുടെ ബിഗ് ബോസിന് പുറത്തുള്ള പ്രശ്നങ്ങൾ, അതിലൊക്കെ ഇങ്ങേർക്ക് ഇടപെടേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഒരാൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അഭിപ്രായം പറയാൻ എല്ലാവർക്കും പറ്റും. പക്ഷേ ഈ ആദില നൂറയുടെ സിറ്റുവേഷൻസ് അത് വേറെ തന്നെയാണ്. അങ്ങനെ ഒരു റിലേഷൻ വീട്ടുകാരറിയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന റിയാക്ഷനും വേറെ ആയിരിക്കും. അവരനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളും വേറെ ആയിരിക്കും. അതിൻ്റെ ഇടയിൽ ഫാമിലി നിങ്ങൾ കാണണം, സംസാരിക്കണം എന്നൊക്കെ അഭിപ്രായം പറയാൻ അത് അനീഷ് ചെയ്തത് ശരിയായില്ല. ഇന്നലെ ലാലേട്ടൻ ചോദിച്ചതുപോലെ അനീഷിൻ്റെ ഫാമിലി കാര്യങ്ങൾ എന്താണെന്ന് അറിയാതെ അനീഷിൻ്റെ അടുത്ത് വന്നിട്ട് ഞങ്ങളത് സോൾവ് ചെയ്ത് തരാം എന്ന് പറയുമ്പോഴേ അതിൻ്റെ യഥാർത്ഥ കാര്യങ്ങൾ അനീഷിന് മനസ്സിലാകത്തുള്ളൂ. അതേ രീതിയിലാണ് ആദിലയുടെ അടുത്തും നൂറയുടെ അടുത്തും പോയിട്ട് ഇവർ സംസാരിച്ചേക്കുന്നത്. അത് നിർത്തുന്നത് നന്നായിരിക്കും. ഇനി വഴക്കിൻ്റെ കാര്യം, രാവിലെ തന്നെ വെസൽ ടീമുമായിട്ടൊരു വഴക്ക് നടന്നിട്ടുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാവേ. ശരി എന്നാൽ ടാറ്റാ.